ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ്. ജൂലൈ 7-ാം തീയതിയുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, സ്ഥിരീകരിച്ച ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കാഗൃത്തമായ നോർത്ത് പോൾ ഡോം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? സ്ഥിരീകരിച്ച ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കാഗൃത്തമായ നോർത്ത് പോൾ ഡോം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓസ്ട്രേലിയയാണ്. നമുക്ക് അതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഓസ്ട്രേലിയ പിൽബാറ മേഖലയിലുള്ള നോർത്ത് പോൾ ഡോമിലാണ് ഏകദേശം 302 കോടി വർഷം പഴക്കമുള്ള ഭൂമിയിലെ ഏറ്റവും പഴയ ഉൽക്കാഗൃത്തം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഭൂമിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഏകകോശ ജീവികൾ രൂപപ്പെട്ടതായി വിശ്വസിക്കപ്പെട്ട ആർക്കിയൻ ഗുഹത്തിൽ ഭൂമിയിൽ പതിച്ച വലിയൊരു ഉൽക്കയുടെ അവശേഷിപ്പാണിത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഉൽക്കാകൃത തടാകമാണ് മഹാരാഷ്ട്രയിലെ ബുൽഡാന ജില്ലയിലുള്ള ലോണാർ തടാകം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ അടുത്തിടെ ശാസ്ത്രജ്ഞർ ഉന്നയിച്ച ഏറ്റവും പഴക്കമേറിയ ഉൽക്കാകൃത്തമാണ് നോർത്ത് പോൾ ഡാം. ഏത് രാജ്യമാണ്? നോർത്ത് പോൾ ഡാം ഡോം വെച്ച് ഓസ്ട്രേലിയ കണക്ട് ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം. കിടപ്പ് രോഗികൾക്ക് സാന്ത്വന പരിചരണത്തോടൊപ്പം പുസ്തകങ്ങൾ വീട്ടിലെത്തിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അടുത്തിടെ ആരംഭിച്ച പദ്ധതി എന്നാണ് ചോദ്യം. അതാണ് അക്ഷര സാന്ത്വനം. അതായത് കിടപ്പ് രോഗികൾക്ക് സാന്ത്വനം വേണോ? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്, പരിചരണത്തോടൊപ്പം സാന്ത്വന പരിചരണം വേണമല്ലോ. അപ്പോൾ സാന്ത്വനം തീരം കാണും, അപ്പോൾ കുത്താനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ പുസ്തകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അക്ഷരങ്ങളാണ് പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അക്ഷര സാന്ത്വനം ഇത്ര എളുപ്പത്തിൽ കിട്ടും, വേറെ കുഴപ്പമൊന്നുമില്ല. കേരളത്തിൽ ഗ്രന്ഥശാല പുറത്തുള്ള നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് ആഴ്ചയിൽ പുസ്തകം സാന്ത്വന പരിചരണം വീടുകളിൽ നേടിയെത്തിക്കുന്ന പദ്ധതിയാണ്. PN പണിക്കരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കേരള ഗ്രന്ഥശാല സംഘമാണ് പിന്നീട് ഈ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായി മാറിയത്. ഇന്ത്യയിൽ ആദ്യമായി സാന്ത്വന പരിചരണ നയം 2008 പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ സാന്ത്വന പരിചരണ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MR രാജഗോപാലാണ്. വളരെ നല്ലൊരു ഇതാണ്, ഇന്ത്യയിലെ സാന്ത്വന പരിചരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. സാന്ത്വന പിതാവ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ MR രാജഗോപാലാണ്. അപ്പോൾ ഗോപാലാണ് പരിചരണം കൊടുക്കുന്നത്. പദ്ധതി സഹകരിക്കുന്ന പാലിയം ഇന്ത്യയുടെ സ്ഥാപന ഇദ്ദേഹം പത്മശ്രീ ജേതാവാണ് കേട്ടോ. അപ്പോൾ പത്മശ്രീ ജേതാവാണ്. ഓക്കെ. അപ്പം നമ്മുടെ പിതാവാണ് ഇന്ത്യയിലെ സാന്ത്വന പരിചരണ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MR രാജഗോപാലാണ്. അപ്പം കിടപ്പ് രോഗികൾക്ക് സാന്ത്വന പരിചരണത്തോളം പുസ്തകങ്ങൾ വിടയെത്തിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷര സാന്ത്വന ലൈബ്രറി. പുസ്തകം നോക്കുമ്പോൾ അക്ഷരം ഓർക്കുക, സാന്ത്വനം നോക്കുമ്പോൾ സാന്ത്വനം കളക്ട്, അങ്ങനെ അക്ഷരം കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അടുത്ത, ഉപകരണങ്ങളെ പ്രവണപഥത്തിൽ എത്തിക്കാനും ദിശ നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്ന രാസ ഇന്ധനങ്ങൾക്ക് പകരം ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ അതിനാണ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കാനും ദിശ നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്ന രാസ ഇന്ധനങ്ങൾക്ക് പകരം ISRO തദ്ദേശീയമായി വികസിപ്പിച്ച ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം പരീക്ഷണത്തിനായി വിക്ഷേപിച്ച ഉപഗ്രഹം എന്നാണ് ഉത്തരം. DDS-1 ആണ് കേട്ടോ, DDS-1. അപ്പോൾ എന്തിനാണ് ഈ കെമിക്കൽസിന് പകരം രാസ ഇന്ധനങ്ങൾക്ക് പകരം ISRO തദ്ദേശീയമായി വികസിപ്പിച്ച ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം പരീക്ഷണത്തിനായി വികസിപ്പിച്ച ഉപഗ്രഹം DDS-1 ആണ് കേട്ടോ. ആദ്യമായിട്ട് വിട്ടെന്നല്ല ഓർത്താൽ മതി, DDS-1. ഉപകരണ പ്രവാഹത്തിൽ എത്തിക്കാനും ദിശ നിയന്ത്രിക്കാനും DD അങ്ങനെയാണ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. നമുക്ക് ദിശയുടെ ഇംഗ്ലീഷ് ചെയ്ത ദിശ എന്നാൽ DISH തന്നെയല്ലേ, ആ D ആണ് ഇവിടെ. D എന്ന് ഓർത്ത് വെച്ചാലും മതി. ഓപ്ഷനിൽ കുറേ ഡികൾ കാണും, പക്ഷേ അത് നമ്മൾ നോക്കണ്ട. ദിശ കണക്ട് ചെയ്യുക, ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ Dയും DD ആയിട്ട് കണക്ട് ചെയ്യാനും നോക്കുക. ദിശ നിയന്ത്രിക്കാനും രാസപ്രവർത്തനങ്ങൾക്ക് പകരം വികസിപ്പിച്ച ഇലക്ട്രിക് അത് തന്നെയാണ് ഇതിന് പറയുക. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസി ISRO സ്ഥാപിതം 1969 ഓഗസ്റ്റ് 15. സ്വാതന്ത്ര്യം കിട്ടി ആ ദിവസമാണ് ISRO ഉണ്ടായത് കേട്ടോ. 1900 ദിവസം എന്ന് പറഞ്ഞത് വർഷമല്ല, 1969 ഓഗസ്റ്റ് 15. ബാംഗ്ലൂരാണ് ആസ്ഥാനം. ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ചത്. അനുബന്ധ കാര്യങ്ങളും വേണമെങ്കിൽ പഠിക്കാം. അടുത്ത, കേരള സംസ്ഥാന ബജറ്റിൽ അടുത്തിടെ 5 കോടി രൂപ വകയിരുത്തിയ ദേശസ്വനി ടൂറിസം പ്രോജക്റ്റ് ഏതെല്ലാം ജില്ലകളെയാണ് ബന്ധിപ്പിക്കുന്നത്? കണ്ണൂർ, കാസർഗോഡ്. ഇപ്പോൾ കേരള സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയ തേജസ്വിനി ഏതെല്ലാം ജില്ലകളാണ് ബന്ധപ്പെട്ട? അങ്ങ് വടക്കുള്ള കണ്ണൂറും കാസർഗോഡുമാണ് തേജസ്വിനി ടൂറിസം പദ്ധതി ഏർപ്പെടുത്തിയത്. അങ്ങ് വടക്കറ്റത്താണ് തേജസ് വേണമെന്ന് വിചാരിച്ച് അവർ കൊടുത്തതെന്നുള്ള ഓർക്കുക. കണ്ണൂർ കാസർഗോഡ് ജില്ല അതിർത്തി ഒഴുകുന്ന കാര്യംകോട് പുഴ കേന്ദ്രീകരിച്ചാണ് തേജസ് ടൂറിസം പദ്ധതി വന്നത്. അപ്പോൾ കാര്യം നടക്കണമെങ്കിൽ തേജസ് വേണമെങ്കിൽ എവിടെയാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡ് എന്നുള്ള കണക്ട് ചെയ്ത് വയ്ക്കുക. കർണാടകയിൽ
കുടക് വനമേഖലയുള്ള ബ്രഹ്മഗിരി മലനിരയിൽ നിന്നാണ് തേജസ്വിനി കുട ഉത്ഭവിക്കുന്നത്. ബ്രഹ്മഗിരിയാണ് തേജസ്വിനി ഓക്കെ ഉപയോഗിക്കുന്നത്. നീലക്ഷേത്ര സമയത്ത് ഇത് അറബികളിൽ പതിക്കുന്നു. ഓക്കെ, അതുകൂടെ ഒഴിച്ച് വയ്ക്കാം. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യ റോക്കറ്റുകളായ വിക്രം എസ്, വിക്രം 1 എന്നിവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഹൈദരാബാദ് ആസ്ഥാനമുള്ള ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനി ഏത്? ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യ റോക്കറ്റുകളായ വിക്രം എസും വിക്രം 1 എന്നിവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഹൈദരാബാദ് ആസ്ഥാനമുള്ള ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനി സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് ഉത്തരം. ഇനി ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പ് സ്കൈറൂട്ട് എയ്റോസ്പേസ് വിക്രം എസ് റോക്കറ്റ് 4 ചെറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണത്തിലെത്തിക്കും. വിക്രം 1 വജ്രാഭരണം, ശ്രീരാമൻ, ഡോക്ടർ വിക്രം സാരാഭായ്, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവരുടെ സൂക്ഷ്മ ശില്പികളും ഇവരുടെ ഭാഗമായി ബഹിരാകാശത്തെത്തിക്കും. ധർമ്മേന്ദ കാര്യങ്ങളും വേണമെങ്കിൽ നോക്കാം കേട്ടോ. സ്കൈ എയ്റോസ്പേസ് വിക്രം എസും വിക്രം 1 പ്രവർത്തിക്കുന്ന ഹൈദരാബാദ് ആസ്ഥാനമായ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനി സ്കൈ റൂട്ട് എയ്റോസ്പേസ് ആണ് കേട്ടോ. അടുത്ത പ്രോജക്റ്റ് 17 എന്ന പദ്ധതി പ്രകാരം ഇന്ത്യൻ നാവികസേനയ്ക്ക് മുംബൈയിലെ മാസഗോൺ ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ച 6ാമത്തെ സ്വദേശി സ്റ്റെൽത്ത് ഫ്രിഗേറ്റിൻ്റെ പേരെന്ത്? മഹേന്ദ്രഗിരി. ഏറ്റവും പുതിയ വേൾഡ് പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 125. ഏറ്റവും വേൾഡ് പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 125 കേട്ടോ. 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് സുഡാനാണ് കേട്ടോ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, അഫ്ഗാൻ എന്നിവർക്ക് ഇത് റാങ്കുകൾ പൊതുവെ ഏറ്റവും അവസാന സ്ഥാനങ്ങളാണ് വരാറുള്ളത്. ഇന്ത്യ പാസ്പോർട്ട് സേവനങ്ങൾ നിയന്ത്രിക്കുന്ന വിദേശകാര്യ മന്ത്രാലയമാണ്. ഓക്കെ, അതൊക്കെ വേറെ കാര്യമൊന്നുമില്ല. അടുത്ത ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ റെക്കോർഡ് മറികടന്ന് ബ്രസീൽ ദേശീയ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം. ബ്രസീൽ നേരത്തെ നമുക്ക് മനസ്സിലാവും. താരം ആരാണ്? അടുത്തൊരു സ്വന്തമാക്കിയ താരമാണ് നെയ്മറാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വേണമെങ്കിൽ പഠിച്ചു വയ്ക്കും. അപ്പോൾ ഇത്രയാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കാണുക. അനുബന്ധ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, വായിക്കുന്നവർക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത സ്ഥലമാണ്. ബൈ.